തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ യോഗം വിളിച്ചു. പൂരം നടത്താനാവാത്ത സ്ഥിതിയാണെന്നും സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറയുന്നു. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനാണ് തീരുമാനം. അതേസമയം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിച്ചു. മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നുകയറുന്നുവെന്നും ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, ഈ മാർഗനിർദ്ദേശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം, അതിനെ മറികടന്നുകൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ കോടതി നടത്തുന്ന സാഹചര്യം, അതിനൊക്കെയിടയിൽ സർക്കാരിൽ എത്രത്തോളം പ്രതീക്ഷ ഈ പൂരാഘോഷ കമ്മിറ്റികൾ വെച്ച് പുലർത്തുന്നുണ്ട്? ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പുമായൊക്കെയായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു എതിർപ്പ് പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി നൽകിയിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലുള്ള മതാചാരങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നിയന്ത്രിക്കണം, ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണം എന്നുള്ള വലിയ ആവശ്യങ്ങളിലേക്കാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി പോയിരിക്കുന്നത്. നിലവിൽ ചീഫ് ജസ്റ്റിസ് നൽകുന്ന പരാതിയിൽ ഇത് വിശദമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്നതാണ് നിലവിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാനാവില്ല. ഈ ചില ഉദ്ദേശങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഈ ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് തൃശ്ശൂർ പൂരം അടക്കമുള്ള 1500ഓളം പൂരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അതുകൊണ്ട് തന്നെ ഈ പൂരം നടത്തിപ്പും ഒപ്പം ആന എഴുന്നള്ളിപ്പും ഒക്കെയായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങൾ അത് വലിയ വിവാദമാകുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ പ്രധാന പൂരങ്ങളുടെ നടത്തിപ്പിന് തന്നെ വെല്ലുവിളിയാകുന്ന രീതിയിലേക്ക് നിർദ്ദേശങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 1500 അധികം വരുന്ന പൂരം നടത്തിപ്പ് കമ്മിറ്റികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ടൊരു മീറ്റിങ്ങിലേക്ക്, ഒരു യോഗത്തിലേക്ക് കടക്കുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനാണ് അവരുടെ തീരുമാനം. തൃശ്ശൂർ ജില്ലയിലെ ജനപ്രതിനിധികളടക്കം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. മറ്റന്നാളാണ് ഈ നിർണായക യോഗം തൃശ്ശൂരിൽ നടക്കുക. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്.